ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സംഭവം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം ഞാൻ സെറ്റ് എക്സാം അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 2 and 3 ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷം തന്നെ ആ സന്തോഷം ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും ഞാൻ ഫസ്റ്റ് നോക്കുന്നത് എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അടിച്ചു നോക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമായിരുന്നു, നാളെ എനിക്കും ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഇന്ന് നടന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു എൻ്റെ PG UG ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വിഷയത്തിൽ B.Ed ചെയ്തുകൊണ്ടിരിക്കെ തന്നെ എനിക്ക് സെറ്റ് കിട്ടി. അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 2 and 3 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ സ്ട്രാറ്റജീസ്, ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ബുക്കുകൾ ഞാൻ റെഫർ ചെയ്തു, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയണ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുപോലെ സെറ്റ് എക്സാം എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ കേട്ടിട്ട് എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഒക്കെ നിങ്ങളിത് അയച്ചു കൊടുക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ ഞാൻ സെറ്റ് എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നതിനെപ്പറ്റി എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്, എൻ്റെ അനുഭവമാണ് പറയുന്നത്. അല്ല ഞാൻ ആരെയും ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ഞാൻ ചെയ്ത അതേ വഴിയിലേക്ക് വരണം അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഞാൻ നേടി എന്നുള്ള കാര്യമാണ് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ സെറ്റ് എക്സാം ഇന്നലെയാണ് റിസൾട്ട് വന്നത്. ഞാൻ കണ്ടത് 10% ആളുകൾ മാത്രമേ ഈ വർഷം പാസ്സായിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്തോ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഞാൻ അറിയാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ അവരോട് പറയാനുള്ളത്, വിഷമിക്കാതിരിക്കുക, നിങ്ങളുടെ ഒരു ഫയർ നിങ്ങൾ കളയാതിരിക്കുക, നാളെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാലോ, ഹയർ സെക്കൻഡറി അധ്യാപകരാവണം എന്നുണ്ടെങ്കിൽ B.Ed PG സെറ്റ് എക്സാം നിർബന്ധമാണ്. ഇനി എന്തായാലും ഇത് ആയതുകൊണ്ട് തന്നെ നമുക്കിത് എത്രയും പെട്ടെന്ന് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് കാലം അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല. ആക്ച്വലി ഞാൻ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ സംഭവം ചെയ്തിട്ടില്ല. ഇൻസ്റ്റഡ് ഞാൻ സ്മാർട്ട് വർക്ക് ചെയ്തു. ഡെഫിനറ്റ്ലി സ്മാർട്ട് വർക്കാണ് ചെയ്തത്. അതായത് നമ്മുടെ മുന്നിൽ വലിയ സിലബസ് ഉണ്ട്. അപ്പോൾ നെറ്റിൻ്റെ അത്ര അല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലിറ്ററേച്ചർ ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം അരിച്ച് പെറുക്കി പഠിക്കാനുള്ള സമയമില്ല. അതുമാത്രമല്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ആകുമ്പോൾ B.Ed ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം എനിക്ക് വന്ന ബെനിഫിറ്റ് എന്താ വെച്ചാൽ, എനിക്ക് സൈക്കോളജി തരമായിരുന്നു. അതുപോലെ തന്നെ എക്സാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായതുകൊണ്ടും പിന്നെ ഒരു വെക്കേഷനൊക്കെ വന്നതുകൊണ്ട് എനിക്ക് സൈക്കോളജി കുഴപ്പമില്ലായിരുന്നു. അതുപോലെ നമ്മുടെ B.Ed റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ഒന്നും തന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരുവിധമൊക്കെ അറിയുന്നായിരുന്നു. പിന്നെ എനിക്ക് പൊടി തട്ടി എടുക്കേണ്ടി വന്നത് എൻ്റെ ലിറ്ററേച്ചർ ഭാഗങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കൂടുതൽ മെനക്കെട്ടു എന്ന് വെച്ചാൽ അതിന് മാത്രമാണ് കുറച്ചും കൂടി ടൈം എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ഞാൻ 2 ചാനലുകളാണ് മെയിൻലി എനിക്കൊന്നു കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ അവരുടെ വീഡിയോസ്, ഓഫ്ലൈൻ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ I+ ട്രെയിനിങ് സൊല്യൂഷൻസ്, ഈ പറഞ്ഞ ചാനലുകളൊക്കെ നല്ല വീഡിയോസ് ഉണ്ട്. ഞാൻ അവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട്, അപ്പോൾ ഞാൻ അന്ന് തന്നെ റിസൾട്ട് വന്നപ്പോൾ തന്നെ അവരുടെ അടുത്ത് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ വാട്സപ്പ് ക്ലാസ്സിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ്സുകളൊക്കെ ഞാൻ യൂട്ടിലൈസ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എഫേർട്ട് എടുത്ത് പഠിച്ചിരുന്നു. അതിന് മുന്നേ തന്നെ ഞാൻ പറയേണ്ടത് ഒരു കാര്യം, എല്ലാവരും ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മുടെ സിലബസ് തറവാക്കി വെക്കുക, അല്ലെങ്കിൽ സിലബസ് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കുക. ഞാൻ ഓരോ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് പഠിച്ചത്. അതുപോലെ തന്നെ PYQ ഒരുപാട് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നു 2016 മുതലുള്ള പേപ്പറുകളൊക്കെ ഞാൻ നെറ്റിൽ നിന്നൊക്കെ എടുത്തിട്ട് അതങ്ങനെ സോൾവ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഡിസ്കഷൻസ് തന്നെ ഉണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞാൻ കൂടുതലും രാത്രിയായിരുന്നു പഠിച്ചുകൊണ്ടുണ്ടായിരുന്നത്. കാരണം ഒന്ന് കോളേജിൽ പോകേണ്ടി വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ രാത്രി സമയങ്ങളിൽ ഏറെ നേരം ഇരുന്ന് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ നോട്ട് ഉണ്ടാക്കിയായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ഒരു മെത്തേഡ് ഓഫ് ലേണിംഗ് മാറ്റണമെന്നല്ല, ഞാൻ എൻ്റെ കാര്യം, എൻ്റെ ഒരു സന്തോഷം ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമല്ല. ആ ഒരു ആസ്പെക്റ്റിൽ മാത്രം നിങ്ങളിതിനെ കണ്ടാൽ മതി, ഈ ഒരു വീഡിയോനെ. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റാതായ കുട്ടികളുമായിട്ട് നോക്കുമ്പോൾ അവർക്ക് കണ്ടൻറ് നോളജ് നന്നായിട്ടുണ്ട്. അതുപോലെ നമ്മളെ BEdൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. എനിക്കൊന്നും അവർ ജനറൽ പേപ്പറിലാണ് മാർക്ക് കുറയുന്നത്. എനിക്ക് പിന്നെ PSC കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. PSC കുറച്ച് നോക്കിയത് കൊണ്ട് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സൊക്കെ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ഒന്ന് ഫോളോ ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായി. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ അതും കൂടി ഒന്ന് നോക്കാം. നമുക്ക് കണ്ടൻറ് നോളജ് മാത്രം പോരാ, രണ്ടിലും നോളജ് ഉണ്ടായിരിക്കണം. ലൈക്ക് അതിൻ്റെ ഇതും കൂടി നിങ്ങൾ നോക്കണം. ജനറൽ ക്വസ്റ്റ്യൻസ് വരുമല്ലോ, അതും കൂടി നോക്കണം. അറിയാലോ, പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് പേപ്പർ 1ഉം പേപ്പർ 2ഉം എക്സാംസ് നടക്കുന്നത്. മോർണിംഗ് സെഷൻ ആണെങ്കിൽ 10 മണി മുതൽ 12 മണി വരെ, മറ്റേതാണെങ്കിൽ 2 മണി മുതൽ 4 മണി വരെ, അങ്ങനെയാണ് നടക്കുന്നത്, എക്സാംസ് നടക്കുന്നത്. അപ്പോൾ ഓരോന്നിലും 120 ക്വസ്റ്റ്യൻസ്, ജനറലാണെങ്കിലും ഫസ്റ്റ് സെഷനിലും സെക്കൻഡ് സെഷനിലൊക്കെ 120 ക്വസ്റ്റ്യൻസ് വീതമാണ്. 120 മിനിറ്റ് കൊണ്ടാണ് എഴുതി തീർക്കേണ്ടി വരുന്നത്. അതിൽ തന്നെ 60 മാർക്കിനാണ് GK വരുന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ GKയും കൂടി ഒന്ന് ഫോളോ ചെയ്യണമെന്ന്. കാരണം എന്തുകൊണ്ടാണ് 60 മാർക്ക് വരുന്നതും GK ആണ്. അപ്പോൾ നമ്മൾ അതും കൂടി നോക്കണം. ഞാൻ എല്ലാ യൂണിറ്റൊന്നും കവർ ചെയ്തിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന യൂണിറ്റുകളാണ് ഞാൻ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ പറയാനുള്ളത്, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ലിറ്ററേച്ചർ പഠിക്കുന്ന ഇംഗ്ലീഷ് കുട്ടികളോടാണ് പറയാനുള്ളത്. അവിടെയും 6 യൂണിറ്റുകളാണുള്ളത്. അതിൽ ബ്രിട്ടീഷ് ഹിസ്റ്ററി വരുന്നുണ്ട്, വിക്ടോറിയൻ, റൊമാൻറ്റിക്, അങ്ങനെ ഏജുകൾ ഇഷ്ടംപോലെ നമുക്ക് അറിയാമല്ലോ. സിലബസ് എടുത്ത് നോക്കണം. അതിലൊക്കെ നമ്മൾ മേജറായിട്ടുള്ള ഓതേഴ്സിനെ സ്പെസിഫൈ ചെയ്ത് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ, നെറ്റിലാവുമ്പോൾ അങ്ങനെയല്ല, ഡ്രാമ, ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് വലിയൊരു ഇതാണ്. പക്ഷെ നമുക്ക് ഇവിടെ സെറ്റിനാവുമ്പോൾ നമുക്കിങ്ങനെ സ്പെസിഫൈ ചെയ്ത് ഓതേഴ്സിൻ്റെ പേരുണ്ട്. അപ്പോൾ നമുക്ക് അവരെ മാത്രമേ പഠിക്കേണ്ടി വരുന്നുള്ളൂ. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പം നിങ്ങളത് മാക്സിമം പഠിക്കുക, ആ ഓതേഴ്സിനെ പറ്റി നോട്ടുണ്ടാക്കി പഠിക്കുക. അതുപോലെ BEdൽ നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷിൻ്റെ ഉണ്ടല്ലോ, അതും കൂടി നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. അതൊക്കെ വലിയ ടഫുള്ള കാര്യങ്ങളല്ല. കാരണം നമ്മൾ അതുമായിട്ട് യൂസ് ടു ഇൻ ദ സെൻസ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതൊരു ടച്ച് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പേഴ്സണലി അത് വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറയുന്ന 20th സെഞ്ച്വറി ലിറ്ററേച്ചർ, അതുപോലെ എന്താ പറയുക, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, ഇതൊക്കെയായിരുന്നു കുറച്ചും കൂടി ഞാൻ ഫോക്കസ് ചെയ്തിരുന്ന ഏരിയാസ്. ചോസറിൻ്റെ ഏജ്, റൊമാൻറ്റിക് പീരീഡ്, ഇതൊക്കെ നമ്മൾ നോക്കിയിരുന്നു. വേറെ എന്താ വരുന്നത്, അതുപോലെ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ, അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ ക്രിറ്റിസിസം, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന മേജറായിട്ടുള്ള ഏരിയ. അതായത് നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ജനറലായിട്ട് അറിയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അത് തറവായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അടുത്ത എക്സാം ഇപ്പം കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അടുത്ത എക്സാമിന് കിട്ടട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്ട്രാറ്റജി. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള രീതിയിൽ പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നതിൻ്റെ കൂടെ ഈ ഒരു കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത് മൂന്നാമത്തെ ആവശ്യം ഒന്നും പറയുന്നത് വോട്ടെവർ. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ ബൈ.